എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ത്യവരത്തില് അരുന്ധതിയും മോഹിനിയും ലക്ഷ്മിയമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്നാലും ഗൗതം മോനെ അവനിത് എന്തു പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ലാത്ത ദൈവമേ, ആ നന്ദയുടെ സങ്കടം, അതിന്റെ സങ്കടം എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലെന്ന് പറയാം. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, എന്നാലും അവനെക്കുറിച്ച് ഞാൻ ഇത്ര വിചാരിച്ചിട്ടില്ല. ആ ഒരു മാനസികാവസ്ഥ നമുക്കത് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കുറെ കാലം അത് അനുഭവിച്ചല്ലേ, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം. ഈ സമയം മോഹിനി പറഞ്ഞു, അല്ല എല്ലാരും കൂടെ എന്തിനാ ഗൗതത്തിനെ കുറ്റം പറയണമെന്ന് ചോദിക്കുക. ലക്ഷ്മി പറഞ്ഞു, പിന്നെ ആരെ കുറ്റം പറയണം, ഗൗതമല്ലേ ഇവിടെ തെറ്റുകാരെന്ന് ചോദിക്കുക. പെട്ടെന്ന് മോഹിനി പറഞ്ഞു, ഗൗതം തെറ്റുകാരനാന്ന് എങ്ങനെ പറയാൻ സാധിക്കും? കാരണം നന്ദ അവന്റെ ഭാര്യ എന്നുള്ള കാര്യം ശരി തന്നെയാ. പക്ഷെങ്കിൽ എപ്പോഴെങ്കിലും അവള് ഭാര്യയായിട്ട് ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഇതേ മോഹിനി, നീ അങ്ങനത്തെ വർത്താനം പറയരുത്. അവരെല്ലാം കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇപ്പൊ ജീവിക്കണമെന്ന് പറയാം. അതെ, ഏടത്തേക്ക് പറയുന്നോണ്ടൊന്നും തോന്നരുത് ഏടത്തി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എത്ര നാള് ഇത്രയും കാലം അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല ജീവിച്ചിരുന്നത്. കഴിഞ്ഞ ഒരു ദിവസം മാത്രമല്ല അവരങ്ങനെ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ അതിനർത്ഥം എന്താ? ഗൗതമിന്റെ കാര്യത്തിലാണെങ്കിൽ നന്ദയ്ക്കാണെങ്കിൽ ഒരു താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ ഇത്ര കാലത്തിന് ശേഷം ഇപ്പോഴാണ് അവർ രണ്ടും വീണ്ടും ഒന്നാകുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഗൗതത്തിന് വേറെ ആരോടെങ്കിലും ഒരു ഇഷ്ടം തോന്നി അങ്ങനെ സംഭവിച്ചാണെങ്കിലോ, അവർ പ്രഗ്നന്റ് ആയതാണെങ്കിലോ, അതിനകത്ത് എന്താ ഗൗതം തെറ്റ് പറയാനായിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിക്കും. ഗൗതം ഇവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എന്റെ ഭാഗത്ത് മോഹിനി പറയാം. ഈ സമയം അരുന്ധതി പറഞ്ഞു, പക്ഷേങ്കിൽ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ അങ്ങോട്ട് പറ്റില്ല മോഹിനി. കാരണം അപ്പുറത്ത് ഒരു പെൺകുട്ടിയാണ്, അത് മാത്രം അവള് പ്രഗ്നന്റുമാണ്. നന്ദ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ, ആ രജിസ്റ്ററില് അഭിരാമി ഗൗതം എന്നാണ് പേര് കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും ഏട്ടത്തിന്ന് ലക്ഷ്മമ്മ ചോദിക്കുകയാണ്. എന്ത് ചെയ്യാനായിട്ടാ? ഇനി പ്രാർത്ഥിക്കുക മാത്രമേ ഞാൻ നോക്കിയിട്ട് നിർവൃത്തിയുള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമായിട്ട് നമുക്കൊരു വഴി കാണിച്ചു തരും, അല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് അടുത്തത് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാ. ലക്ഷ്മിയമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി പോയി. തന്റെ മോൻ ഇങ്ങനെ ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്നു, അല്ലെങ്കിൽ അവളെ പ്രഗ്നന്റ് ആക്കുന്നു, ഒരിക്കലും ചിന്തിക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല, കാര്യമായിരുന്നില്ല ലക്ഷ്മിയമ്മയ്ക്ക്. ഈ സമയത്ത് നന്ദ ആകെപ്പാട് ടെൻഷൻ അടിച്ച് സിറ്റ് ഔട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പിങ്കിയുടെ വരവ്. നന്ദിട്ട് ചോദിച്ചു, നന്ദേ നീ എന്താ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണെന്ന് ചോദിക്കും. ഏയ് ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, എന്നോട് കള്ളം പറയണ്ട എന്നും പറഞ്ഞിട്ട് നന്ദയുടെ കണ്ണീരൊക്കെ അങ്ങോട്ട് ഒപ്പിക്കൊടുക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എനിക്ക് വിഷമമാണെന്ന് പിങ്കിയോട് ആരാ പറഞ്ഞേ? എനിക്കറിയാലോ നിന്റെ മുഖം കാണുമ്പോൾ തന്നെ. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ അഭിരാമി ആരാന്ന് കണ്ടുപിടിക്കാന്ന് പറയാം. ഇത് കേട്ട നന്ദ പറഞ്ഞു, അതെങ്ങനെ കണ്ടുപിടിക്കുന്ന? അതിൻ്റെ മാർഗങ്ങളൊക്കെ ഉള്ളേ. അല്ല, ഒഫീഷ്യൽ കാര്യം എന്നല്ല പറഞ്ഞ അഭിരാമിയുടെ കാര്യം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡിപ്പാർട്ട്മെന്റിലൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ? അതൊന്നും ശരിയാത്തില്ല. കഴിഞ്ഞ ദിവസം കമ്മീഷൻ അടുത്ത് ചെന്നെന്നും പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ ചീത്ത പറഞ്ഞെന്ന് പറയാം. അല്ല, നിനക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും അവിടെ ഉണ്ടോ വിവരങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ട് ഇനിയിപ്പോ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ആ ഉണ്ട്, ADGP ഉണ്ടെന്ന് പറയണേ. ADGP സാറുമായിട്ട് ഞാൻ നല്ല കമ്പനിയില്ല. അപ്പൊ സാറിനോട് ചോദിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഗൗതം സാർ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കും. ഇനിയിപ്പോ കാടൻകൊല്ലിക്ക് ശേഷമുള്ള അവിടുത്തെ വല്ല പ്രശ്നങ്ങളുമായിട്ട് പോയിരിക്കുന്നതാണോ, അതോ പേഴ്സണൽ കാര്യമാണോ എന്താന്ന് നമുക്ക് അറിയത്തില്ലോ. നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാന്ന് പറയാം. പിങ്കി പറയാം, അത് നല്ല കാര്യമാണ്, ADGPയോട് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്ന് പറയാണ്. എന്നാ ശരി, നീ റെഡി ആയിട്ട് വാ, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് പോവാണ്. ഇങ്ങനെ പിന്നീട് കാണിക്കുന്ന ഗൗതം അഭിരാമിയുടെ അടുത്തേക്ക് പോവാ. ഈ സമയം അർജുൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗൗതത്തിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന നന്ദ എടുത്ത താലി ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച്, ഗൗതം സാർ കെട്ടിയ താലി ചെയ്ത് പറ്റില്ലെങ്കിൽ പറഞ്ഞേരെ, ഈ നിമിഷം ഞാനത് ഊരി തന്നേക്കാന്ന്. അതൊക്കെ ഓർത്തപ്പോ ഗൗതത്തിന് വല്ലാത്തൊരു അവസ്ഥ വന്നേ. പക്ഷെങ്കിൽ അങ്ങനെ തോറ്റു പിന്മാറാൻ ഗൗതം തയ്യാറില്ലായിരുന്നു. ഗൗതം മനസ്സിൽ പറഞ്ഞു, സൂരജ്, നിന്റെ ഭാര്യയ്ക്ക് കുഞ്ഞിനും വേണ്ടി ഞാൻ ഈ റിസ്ക് ഏറ്റെടുക്കണേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാരണവശാലും അവളെ കൊലക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. എന്റെ കളിക്കൂട്ടുകാരിയല്ലേ അവള് എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ഗൗതം വണ്ടി ഓടിച്ച് പോവാ. ഈ സമയത്ത് അർജുൻ പുറകെ. പിന്നീട് കാണിക്കുന്ന ADGPയുടെ മുമ്പിൽ നന്ദയും പിങ്കി ഇരിക്കുകയാണ്. അപ്പൊ നന്ദയും പിങ്കി ഗൗതത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ADGP പറഞ്ഞു, ഗൗതം അങ്ങനെ ഒരാളാന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം. ഇത് പിങ്കി പറഞ്ഞു, ഞാൻ സാർ അങ്ങനെ ചോദിച്ചാൽ, അല്ല വേറൊരു പെൺകുട്ടിയുടെ കൂടെ ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാന്ന് പറയാം. നന്ദ പറഞ്ഞു, സാറിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായേക്കുന്ന. അല്ല സാർ, ഞങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. അവിടെ ഹോസ്പിറ്റൽ രജിസ്റ്ററിൽ അഭിരാമി ഗൗതം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അതെന്താ സാർ? ആ പെൺകുട്ടി ഗൗതത്തിന്റെ ആരും അല്ലെങ്കിൽ പിന്നെ അഭിരാമി ഗൗതം എന്ന് പേര് വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്താ അതിനൊക്കെ അർത്ഥം എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം ADG പറഞ്ഞു, അതിന്റെ അർത്ഥം കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ കാടൻകൊല്ലിയായിട്ട് ബന്ധപ്പെട്ട ഒരു മിഷൻ അല്ലേ ഇത്. ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു, അതാ എനിക്കും അറിയേണ്ടത്. കാരണം പേഴ്സണൽ കാര്യങ്ങളാണെന്നാ പറഞ്ഞത്. പേഴ്സണൽ കാര്യങ്ങളിൽ പെട്ട കാര്യമല്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും കാര്യമാണോ, അതുകൊണ്ടാണോ ഇനിയിപ്പം മാറി നിൽക്കുന്നത്, സംശയം ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നേന്ന് പറയാം.
ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, അതെ അങ്ങനെ ഒഫീഷ്യൽ കാര്യങ്ങളൊന്നുമല്ല, ഒരു കാര്യം ഉറപ്പുവരാം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിട്ടിരിക്കുന്നല്ല ഗോത്തിനെ. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, ഇനി കമ്മീഷൻ സാർ എങ്ങാനും എന്തെങ്കിലും ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് അറിയാവുന്നിടത്തോളം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അങ്ങനെ ഒരു കാര്യമേ അല്ല, ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഇത് പേഴ്സണൽ കാര്യമാണെന്ന് എനിക്ക് തോന്നണേ. ഇത് കേട്ടം നന്ദ പിങ്കും പരസ്പരം നോക്കുന്നുണ്ട്. അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. ഒരു പക്ഷെ പിന്നെ എങ്ങോട്ടായിരിക്കും എന്നാ പോയിരിക്കുന്നത്. പിങ്കി പെട്ടെന്ന് പറഞ്ഞു, ഓക്കെ താങ്ക് യു സാർ. ഇതിപ്പോൾ ഞങ്ങൾ വന്ന് ഇവിടെ അന്വേഷിച്ച് അതിന്റെ സീരിയസ്നെസ് സാറിന് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് കേട്ടതും എ ഡി ജി പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഗൗതം ഇന്ന് വരെ ഒരു തെറ്റ് അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഗൗതം തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം. നന്ദ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. ഈ സമയം എ ഡി ജി പി ഓർത്തു, എന്നാലും അത് ഏതായിരിക്കും ആ പെണ്ണ്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളെ നോക്കാൻ മാത്രം ഗൗതത്തിന് അത്ര ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഗൗതത്തിനെ ആരെങ്കിലും ആവാതെ അതങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ലോ. അതൊക്കെ ഓർത്ത് പിന്നെ എ ഡി ജി പി ഇങ്ങനെ തല പോഞ്ഞിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുറി വന്നിട്ടാണെങ്കിൽ പിങ്കി ഇങ്ങനെ ആലോചിക്കുക, എന്നാലും അവൾ ഏത് പെണ്ണായിരിക്കും? പിങ്കി എന്താ ഒരു പേനയും പേപ്പറൊക്കെ എടുക്കുക. എന്നിട്ട് പേപ്പർ ആ ഭിത്തിയിലേക്ക് അങ്ങോട്ട് ഒടിച്ചു വെച്ചു. എന്നിട്ട് ഗൗതത്തിനെ കുറിച്ചുള്ള ചിത്രം ഓർമ്മ മനസ്സിൽ കൊണ്ടുവരികയാണ്. കാടൻകൊല്ലി. പിന്നെ ആ കാടൻകൊല്ലിയുള്ള ആ പത്രരേഖ അതും കൂടെ വായിക്കുകയാണ്. നന്നായിട്ട് വായിച്ചത് ഇങ്ങോട്ട് മനസ്സിലാക്കുകയാണ്. 6 പേര് കൊല്ലപ്പെട്ടു. അത് മാത്രമല്ല ഒരു സ്ത്രീ രക്ഷപ്പെട്ടു, ക്യാപ്റ്റൻ അഖില. അപ്പൊ അത് ഏതായിരിക്കും ആ സ്ത്രീയെ? ഓർത്തിട്ട് എത്തും പിടിയും കിട്ടിയില്ല. അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്, ആ ഭിത്തിയില് ഓരോ പേരുകളൊക്കെ എഴുതി അതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം ഗൗതത്തിന്റെ പേരെഴുതി, 6 പേര് കൊല്ലപ്പെട്ടു. വീണ്ടും ഗൗതത്തിന്റെ പേരെഴുതി, പിന്നീട് അഖില എന്നൊക്കെ എഴുതി. എല്ലാം കണ്ടിട്ടിപ്പോൾ ഒരു സംശയം, ഇനിയിപ്പോ ഈ ക്യാപ്റ്റൻ അഖില ആയിരിക്കും ഈ അഭിരാമി? പറയാൻ പറ്റില്ല. അഭിരാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഗൗതം ഇങ്ങനെയൊക്കെ തങ്ങളോട് കള്ളത്തരം പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ചില ഐഡിയാസ് ഒക്കെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് നന്ദയെ ഏൽപ്പിച്ചിട്ട് കാര്യം എന്നോർത്ത് നേരെ നന്ദയുടെ മുറിയിലേക്ക് ചെല്ലുക. നന്ദ ഈ സമയത്ത് കരഞ്ഞ് നിലവിളിച്ചൊക്കെ ഇരിക്കുകയാണ്. നീ എന്തിനാ നന്ദ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? സങ്കടപ്പെടാതിരിക്കുക, ബോൾഡായിട്ട് ഇരിക്കാൻ പറയണം. ഗൗതം ഇങ്ങോട്ട് തിരികെ വരില്ല എന്ന് ചോദിക്കും. തിരികെ വരുന്ന എനിക്ക് അറിയാൻ പിങ്കി, പക്ഷെ അതല്ല കാര്യം. എന്റെ മനപ്രയാസം എത്രമാത്രമാണെന്ന് അറിയാലോ. ആ അഭിരാമി ആരാ, അവൾ ആരെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം എനിക്ക് സമാധാനമുള്ളെന്ന് പറയാം. അതെ, നീ ടെൻഷൻ ആവാതിരിക്കുക. അഭിരാമിയെ കുറിച്ചുള്ള ചില വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. എന്ത് വിവരങ്ങള്? അതൊക്കെ ഉണ്ട്. അല്ല, കാടൻകുലയിലും മിഷീനായിട്ട് പോയതാന്നല്ലേ പറഞ്ഞത് ഗൗതം മുമ്പ്? അതെ അതെ, പക്ഷെ അതിന് ശേഷം വന്നപ്പോഴല്ലേ അഭിരാമിയുടെ കോള് വന്നതെന്ന് ചോദിക്കുക. അതെ. പിന്നീട് നന്ദ ആ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. അഭിരാമിയുടെ കോള് ആദ്യമായിട്ട് വന്നു, പിന്നെ ഗൗതം സാറിനോട് എടുക്കാൻ പറഞ്ഞ ആ മുഖത്തെ വെപ്രാളമൊക്കെ. ശരിയാ പിങ്കി പറഞ്ഞേ, ആദ്യമായിട്ട് ആ കോള എന്നാ വന്നേ. ഇതിനു മുമ്പ് ഞാൻ ആ പേര് കേട്ടിട്ടും കൂടെ ഇല്ലെന്ന് പറയാം. അപ്പൊ അതിനർത്ഥം എന്താ? അങ്ങനെ മിഷീന് പോയിട്ട് വന്നതിന് ശേഷമാണ് ഗൗതം ഏതോ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പക്ഷെ അവർ അടുപ്പത്തിലാവുകയൊക്കെ ചെയ്തിരിക്കാം. അതായിരിക്കും ഇപ്പൊ ഈ സംഭവത്തിന്റെ പിന്നിലെന്ന് പറയാം. ഇത് കേട്ടപ്പോ നന്ദ പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും എന്റെ ഗൗതം സാർ പോകുന്ന ആളല്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ എനിക്ക് പറഞ്ഞു, നന്ദേ നീ ഇങ്ങനെ ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ പറഞ്ഞ കാര്യമില്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞ ഒരു കാര്യം ഉറപ്പായി. അന്ന് ആ കാടൻകൊല്ലിയെ വെച്ച് ഒരാൾ രക്ഷപ്പെട്ടെന്നല്ലേ പറഞ്ഞേ, ക്യാപ്റ്റൻ അഖില. ഈ ക്യാപ്റ്റൻ അഖില എവിടെയാന്ന് ആർക്കെങ്കിലും വിവരം ഉണ്ടോന്ന് ചോദിക്കാം. അപ്പൊ നന്ദ പെട്ടെന്ന് പറഞ്ഞു, അതെങ്ങനെ ഇപ്പൊ അറിയാൻ പറ്റുന്നേ? അവര് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിട്ടുണ്ടായിരിക്കും പറയാം. അന്നെങ്കിൽ നമുക്ക് തെറ്റി നന്ദ. ഒരു പക്ഷെങ്കിൽ ഈ അഭിരാമി എന്ന് പറയുന്ന ആള് ക്യാപ്റ്റൻ അഖിലയാണെങ്കിലോ? പറയാൻ പറ്റണമെന്ന് പറയണേ. അങ്ങനെയൊന്നും വരത്തില്ല മികി എന്ന് പറയണേ. അങ്ങനെ വരത്തില്ലെന്ന് നന്ദ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പക്ഷെ അതുകൊണ്ടാണെങ്കിലോ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം അത് പറയാൻ വേറെ കാരണമുണ്ട്. ആ പത്രത്തിനകത്ത് ഒരു കട്ടിങ് കൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവര് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം, ക്യാപ്റ്റൻ അഖില പ്രഗ്നന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവളും പ്രഗ്നന്റ് ആണെങ്കിലോ? ഒരു പക്ഷേങ്കിൽ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗൗതത്തിനും കൂടി ഇഷ്ടപ്പെട്ട് കാണുക. അതുകൊണ്ടായിരിക്കും ഇനിയിപ്പം ഗൗതം അവളോടൊപ്പം പോയിരിക്കുന്നത് എന്നൊക്കെ പറയുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഓർത്ത് ശരിയാണോ? അതാണ് വീട്ടിൽ വന്നതിന് ശേഷം ഗൗതം സാറിന് ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ ഗൗതം സാർ ഓടിപ്പോയത്. അതൊക്കെ ഓർത്തപ്പോൾ സമനില തെറ്റിയെന്ന പോലെ തോന്നി നന്ദയ്ക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.